അൽഹംദുലില്ലാഹ്, ഈ മജ്‌ലിസ് വല്ലാത്ത ബറക്കത്തുള്ള മജ്‌ലിസാണ്. ഞാൻ തങ്ങളുപ്പാനെ കാണാൻ വന്നിരുന്നു. വയസ്സും പഠിക്ക് സുബ്ഹാനല്ലാഹ്, എന്റെ മകനൊരു കേസിൽ കുടുങ്ങി. അവർക്ക് ജാമ്യം കിട്ടുന്നില്ല. ഒരുപാട് സങ്കടത്തിലായിരുന്നു തങ്ങളിപ്പാനെ വന്ന് കണ്ടപ്പോ ഈ മജ്‌ലിസ് കാണാൻ പറഞ്ഞു. 51 ദിവസമാകുമ്പോഴത്തേക്ക് ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഒരുപാടായി ജാമ്യത്തിൽ ശ്രമിക്കുന്നു, കിട്ടുന്നില്ല. 51 ദിവസം ഒന്ന് കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ വിശ്വസിച്ചില്ല. അൽഹംദുലില്ലാഹ്, ഈ മജ്‌ലിസ് വല്ലാത്ത പവർ തന്നെ. 51 ദിവസം കൊണ്ട് ജാമ്യം കിട്ടി തങ്ങളെ. അത് ഈ മജ്‌ലിസിന്റെ ബറക്കത്താണ്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു തൻമേത്ത്. ഞാൻ മൻസൂർ മണ്ണാർക്കാട്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ ഹാമിദ് ആറ്റക് പൂക്കോയ പറയുന്നത് ഒരു ഫലായിലാണ്. അദ്ദേഹത്തിന് ഫലായിൽ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളൊരു സൂക്കേടുണ്ട്. വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് ഫലായിൽ? മൂപ്പരെ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ മജ്‌ലിസിലിരുന്ന പിന്നെ മറ്റുള്ളവർക്കൊക്കെ നടക്കാത്ത കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അള്ളാഹ്ക്ക് ഇപ്പോൾ ഒരു പണിയില്ല. ഇവിടെ ഈ നൂറെ ഹബീബ് ആറ്റക്കോയും അതുപോലെ തന്നെ അറിവിൻ നിലാവും അതുപോലെ മദനീയം ഏർവാടി എന്തൊക്കെയാണ് പറഞ്ഞിട്ട് കുറേ ആളുകളുണ്ട്. ഓലെ ഈ തള്ളനുള്ളൂ ഇപ്പോൾ സാധാരണഗതിയിൽ കാണാനുള്ളത്. എൻ്റെ പൊന്നാര സഹോദരന്മാരെ, ഈ ജാമ്യം കിട്ടുക എന്നുള്ളത് അത് കോടതി കാര്യങ്ങളാണ്. അവിടെ നല്ല വക്കീലിനെ വെച്ച് വാദിക്കുക. അത് കേസിൻ്റെ ഇനമനുസരിച്ച് ജാമ്യത്തിൻ്റെ ആ ഒരു കാര്യത്തിലൊക്കെ നീളാം, പെട്ടെന്നാവാം, അത്രേ ഉള്ളൂ. ചില കാര്യങ്ങൾക്ക് മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ പോലും പോകേണ്ട SHOക്ക് നമുക്ക് ജാമ്യം നൽകാനുള്ള, അതായത് കോടതിയിലെത്താതെ സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടുവാനുള്ള വകുപ്പുണ്ടാവും. എന്നാൽ 7 വർഷമോ അതിൽ കൂടുതലൊക്കെ ശിക്ഷിക്കുന്ന കേസുകൾക്ക് മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ കൊണ്ടുപോകുക തന്നെ വേണം. അതിന് റിമാൻഡ് ഉണ്ടാകും. റിമാൻഡ് കാലാവധി നീട്ടിക്കൊണ്ടിരിക്കും. അതിനിടയ്ക്ക് നല്ല വക്കീലന്മാർ അവർ ആ ഒരു കേസിൻ്റെ ആ ഒരു ഇനം അനുസരിച്ച് ചില കേസുകൾക്ക് 90 ദിവസമൊന്നും ജാമ്യം നോക്കുക വേണ്ട. UAP ആണെന്നുണ്ടെങ്കിൽ പിന്നെ 2 കൊല്ലത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട. അപ്പോൾ അങ്ങനത്തെയൊക്കെ അവസ്ഥകളുണ്ട്. അത് കോടതി കാര്യങ്ങളല്ലേ. നിങ്ങളെ സ്വലാത്തുൽ ഫാത്തിഹിന് എന്ത് ജാമ്യത്തിന് ചെയ്യാൻ പറ്റുക അല്ലേ? അപ്പോൾ അള്ളാഹുവോട് ദുആ ചെയ്യാം ജാമ്യമൊക്കെ എളുപ്പമാകാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ്, ജയിലുകളിലുള്ള നിരപരാധികളായ കുറേ സഹോദരന്മാർ അന്യായമായിട്ട് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. സഹോദരന്മാരുടെ ദുആയിൽ അവരെയൊക്കെ ഉൾപ്പെടുത്തുക. അള്ളാഹു അവരുടെയൊക്കെ മോചനം എളുപ്പമാകട്ടെ. ഇതുപോലെയുള്ള ഈ വിടുവായത്തക്കാരൻ്റെ അടുത്ത് പോയിട്ട് ജാമ്യം ചോദിച്ചാൽ ജാമ്യം കിട്ടൂല. ജാമ്യത്തിന് നിങ്ങൾ കോടതിയിലേക്ക് വക്കീലിനെയും കൊണ്ട് ചെല്ലുക, കിട്ടും എന്നാണ് പറയാനുള്ളത്, കിട്ടണമാണെങ്കിൽ. ഇനി ഇതിനോടൊപ്പം പറയുവാനുള്ളത്, നമ്മളൊരു സിറാജുദ്ദീൻ ലത്തീഫി ഉണ്ടല്ലോ, ഭാര്യയ്ക്ക് ചികിത്സ കൊടുക്കാതെ ഭാര്യനെ മരണത്തിന് വിട്ടുകൊടുത്ത ഒരു മടവൂർ കാഫില എന്ന് പറയുന്ന മയ്യത്ത് കച്ചവടം നടത്തി മയ്യത്ത് വിറ്റ് തിന്ന് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ, അയാൾക്കിപ്പോൾ അയാൾ റിമാൻഡിലാണ്. അയാൾക്ക് ജാമ്യം നിങ്ങളുടെ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ ആ ഒരു ഫലായിൽ കൊണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ? അല്ല, അതൊന്നും നമുക്ക് അറിയേണ്ടതുണ്ടല്ലോ. ആറ്റക്കോയെ പറ്റുമെങ്കിൽ അത് ചെയ്യേ, വക്കീലൊന്നും വേണ്ട. ഇവിടെ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയിട്ട് അതിൻ്റെ ഫളിൽ കൊണ്ട് മൂപ്പർ അവിടുന്ന് ജാമ്യത്തിൽ ഇറങ്ങി വരട്ടെ. അല്ലെങ്കിൽ പണ്ട് CM പോയിട്ട് ഇങ്ങനെ ആളുകളെ ജയിലിനിറക്കി കൊണ്ടുവന്നിരുന്നല്ലോ, സൗദിയിലത്തെ ജയിലിനടക്കം കൊണ്ടുവന്ന കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? കേട്ടോളി. സൗദി അറേബ്യയിൽ ഇതാണ് ഇതിന്റെ മുമ്പ് ഞാൻ പറഞ്ഞപ്പോ 4 ഭാഗത്തിന്റെ ഒച്ചപ്പാട് ഓലം കച്ചവടം നമുക്ക് പറയാം. ഞാനേ കേട്ടു. വീരാനാജി ശേഖന്റെ പള്ളിയിൽ നിന്ന് എന്നോട് പറഞ്ഞ സംഭവമായി. അങ്ങനെ മൂപ്പര് അകാരണമായി ജയിലിൽ കയറി കൂടിയപ്പോ മൂപ്പർക്കൊന്നും സന്തോഷം തോന്നി. അയാൾ പറയാ, യൂസുഫ് നബിയൊക്കെ ജയിലിൽ കിടന്നു ഇന്നെ ഓല കൂടുതൽ കാക്ക. അപ്പൊ മൂപ്പർക്കൊരു സന്തോഷം തോന്നി. വീരാനാജി പറയാ. പക്ഷെ അങ്ങനെയാണ് 2 ദിവസം ഈ ജയിലിലാണ് നിന്ന് നോക്കുമ്പോൾ പൊറുത്തിക്കേടായി. ജയിലിലല്ലേ, മനുഷ്യനായിട്ട് അവനായിട്ട് സൗകര്യം പോലെ ഒന്നും നീങ്ങാൻ കഴിയുന്നില്ലല്ലോ. അങ്ങനെയുള്ളൊരു പ്രയാസം വന്നപ്പോ വീരാനാജി പറയാണ്, ഞാൻ എന്തിനാ നിങ്ങളെത്തിങ്ങനെ വന്നത്? നിങ്ങളെടുത്ത് ഞാൻ എന്തിനായും വന്നത്? ഞാനിവിടെ ജയിലിൽ കിടക്കുന്നു, നിങ്ങൾ കാണില്ല. ഷെയ്ഖുനാനെ വിളിച്ചിട്ട് ചോദിക്കാം, സൗദി അറേബ്യ നിങ്ങൾ കാണില്ല എന്നെ ജയിലിൽ. ഞാനൊരു തെറ്റെന്തോ ചെയ്തത്, എന്റെ മരണം വരെ ഇട്ടോട്ടെ, അത് നിങ്ങൾ കണ്ടാലും നിങ്ങൾ പരിഹരിക്കുകയും ഞാനെന്തോ തെറ്റ് ചെയ്തു? ഒരു തെറ്റും ചെയ്യാത്ത ഈ ജയിലിൽ എന്തിട്ടാണ്? ഇതിനൊക്കെ നിങ്ങൾ പരിഹാരമാക്കി തന്നെ. നിങ്ങളടുത്ത് വന്നിട്ടല്ല ഞാൻ ചോദിച്ചിട്ടല്ല ഇങ്ങോട്ട് പോകുന്നത് എന്ന കൂടിയുള്ളൊരു ഭർത്താവ് പച്ച മലയാളത്തിൽ
ഏതാനും ദിവസം സമയം കഴിഞ്ഞപ്പോൾ ജയിലിന്റെ ഉള്ളിലേക്ക് ഒരു അറബി കയറിയത്. അറബി കയറി വന്ന് ബീരാനാജിന്റെ കൈ നോക്കും ഷെയ്ഖുനെയാണ്. കൈ പിടിച്ച് നേരെ പുറത്തു കൊണ്ടുവന്ന് ഈ ജയിൽ ഇതൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അതിന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോയി ഇയാളുടെ റിക്കാർഡുകളെല്ലാം എടുത്ത് അത് അങ്ങോട്ട് ക്യാൻസലാക്കി കൈ പിടിച്ച് നേരെ ബീരാനാജിനെ റൂമിൽ കൊണ്ടുപോയി റൂമിലേക്ക് അങ്ങോട്ട് കയറ്റി. അങ്ങനെ പിന്നെ ഷെയ്ഖുനായെ കാണുന്നില്ല. ഇതാണ് മോനെ ആ മുത്ത്. ഇതുപോലെ പോയിട്ട് ഇറക്കി കൊണ്ടുവരട്ടെ. അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഇവരുടെ ദിവ്യശക്തി, വക്കീലൊന്നും പാടില്ല കേട്ടോ, വക്കീലൊന്നും ഇല്ലാണ്ട് കോടതിക്ക് ഇങ്ങനെ തോന്നണം നിങ്ങളെ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ പവർ കൊണ്ട് ഇറങ്ങിപ്പോയിക്കോ, ജി ഇത് തെറ്റൊന്നുമല്ല, ഇനിയിപ്പോൾ തെറ്റാണെങ്കിൽ തന്നെ അത് നമുക്ക് വിചാരണയ്ക്ക് വെക്കാം, അപ്പം ജി വീട്ടിൽ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടുന്ന ആ ഒരു ലെവലുണ്ടോ? ഇൻഷാ അല്ലാഹ് അതിനേക്കാളൊക്കെ അപ്പുറമാണ് സഹോദരന്മാരെ. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തൊരു വീഡിയോ ഉണ്ട്. അതിലെന്താണ് മൂപ്പരുടെ ആവശ്യത്തിന് മൂപ്പർക്കെതിരെ യൂട്യൂബർമാർ, ഈ യൂട്യൂബർമാർ എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ഈ ഹൈദർ മധൂർ പോലെയുള്ളതായിരുന്നു. ഇപ്പോൾ പുതിയ ആളുകളാണ്. സലീൽ ബിൻ കാസിം, അതുപോലെ തന്നെ ഈ സാധു, അതുപോലെ കുറച്ച് ആളുകളുണ്ട്. നമ്മുടെ ന്യൂസ് ഹാക്കറോ ഒക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജംഷീർ എന്ന് തോന്നുന്നുണ്ട്. അദ്ദേഹത്തെ പോലെയുള്ള ആളുകളൊക്കെയാണ് ഇപ്പോൾ യൂട്യൂബർമാരായിട്ട് അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയിട്ട് ഈ യൂട്യൂബർമാരെയൊക്കെ ഒന്ന് തരിപ്പണമാക്കിക്കൂടെ ആറ്റക്കോയ കണക്ക് ആക്കിയില്ല എന്നുള്ളതാണ്. എന്നിട്ടോ മൂപ്പര് കോടതിയിൽ പോയിട്ട് കേസ് കൊടുത്തു. എവിടെ? ഹൈക്കോടതിയിൽ പോയിട്ട്. കേൾക്കാതെ വിളിച്ചെന്ന് കേട്ടോളി, അതാണത്. ഞാൻ കോടതിയിൽ നിന്ന് ഇപ്പം എത്തിയിട്ടുള്ളൂ. എല്ലാവരും വിളിച്ച് ചോദിക്കാൻ പോയ കാര്യം എന്തായി. അപ്പോൾ ഒരു വീഡിയോ ഇടാൻ വിചാരിച്ചു. അൽഹംദുലില്ലാഹ് 4 കൊല്ലമായി ഇല്ലാത്തത് പറഞ്ഞ് കള്ളനാണ്, ആത്മീയ ചൂഷകനാണ്, പെണ്ണ് പിടിയനാണെന്നൊക്കെ പറഞ്ഞിട്ട് 4 കൊല്ലമായി യൂട്യൂബർമാർ നമ്മളൊറ്റിട്ട് ഇങ്ങനെ കറക്കണം. ഒരു തെളിവില്ല. അപ്പൊ നമ്മളെന്താട്ടി സഹിച്ചു നിന്നു. അപ്പൊ അൽഹംദുലില്ലാഹ് പല ആളുകളുടെ അഭിപ്രായപ്രകാരം ഇന്ന് ഞാൻ എന്താട്ടി ഹൈക്കോടതിയിൽ പോയി വക്കീലിനെ കണ്ടു. വക്കീലിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നോട് പറഞ്ഞു പേടിക്കണ്ട, ആരൊക്കെ മോശമായ വീഡിയോ ഇട്ടോ അതൊക്കെ ഒരു പെൻഡ്രൈവിലോ അതല്ലെങ്കിൽ CD-യിലോ ആക്കി ഏൽപ്പിക്കാൻ പറഞ്ഞു. അവരുടെ അഡ്രസ്സൊക്കെ അവിടെ തപ്പിപ്പിടിക്കും ഇൻഷാ അല്ലാഹ്. സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കള്ളനെന്ന് വിളിച്ചവനും എന്റെ ഫോട്ടോ വെച്ചവനും തംബ്ലൈനില് മോശമായി ഒക്കെ എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന് നിയമപരമായി നേരിടും. പിന്നെ ഒരു കാര്യം, നമ്മൾ ആർക്കും മറുപടി ഉണ്ടാവില്ല, ഇനി നിയമത്തിനാണുള്ളത്. അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒക്കെ ഹൈറാണ്. എല്ലാവരും കൊടുക്കാനല്ല, നമ്മളെ ഇഞ്ഞ് ഓല് ചെയ്യരുത്. നമുക്കൊരു മനുഷ്യന്റെ വിഷമം നമുക്ക് മനസ്സിലാവും. പക്ഷെ എനിക്ക് അങ്ങനെ അതുപോലെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദ്വാരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളെ ശർറുകൾ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ സംഭവത്തിൻ്റെ മൂപ്പർക്ക് സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ ഫളിലൊന്നുമില്ല. ഫളായിൽ പറയാൻ മൂപ്പരുടെ ഈ വിഷയത്തിലുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഇവരുടെ സ്വലാത്തുൽ ഫാത്തിഹ് ഇവരുടെ കാര്യത്തിന് ഫലിക്കൂല എന്നുള്ളതാണ്. നിങ്ങളെ കാര്യത്തിന് ഫലിക്കും ജനങ്ങളെ. ഈ അന്ധവിശ്വാസികളായ ആളുകൾ ഓല് പോയിട്ട് അവിടേക്ക് അവരുടെ വിശ്വാസം പണയം വെക്കുമ്പോൾ അള്ളാഹു ആ വഴിക്ക് നിങ്ങളെ വിടും. ദയവ് ചെയ്തിട്ട് നിങ്ങൾക്കൊക്കെ ബുദ്ധിയും ബോധം ഉണ്ടെങ്കിൽ, അതായത് ബുദ്ധിയും ബോധവും ചിന്താശേഷി ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക. ഓലെ കാര്യത്തിന് ഓല് പയ്യാരം പറഞ്ഞുകൊണ്ട് കിടക്കുക, ഓല് ഇങ്ങനെ ഇടങ്ങേറ് പറഞ്ഞുകൊണ്ട് കിടക്കുക. നിങ്ങൾ ഓലെടുത്ത് പോയിട്ടാണ് നിങ്ങൾ ഇടങ്ങേറ് പറയുന്നത്. വല്ലാത്ത ജാതി അന്ധവിശ്വാസികളായി പോയി ജനങ്ങളെ. ഇതാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.